ഒന്നുമില്ലേലും ഒത്തിരി കാലമായിട്ട് നമ്മൾ അയൽക്കാരല്ലേ. സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നതിനെ പറ്റി ഞങ്ങളോട് പറയാറുണ്ട്. ആ കുഞ്ഞിനെ നോക്കാനെങ്കിലും ഒരാള് വേണ്ടേ? അതിന് പാർവമ്മയുണ്ടല്ലോ. നേരാ, അവര് വെറും ഒരു വേലക്കാരിയല്ലേ? അതും നേരാ. സുജാത വേറെ കല്യാണം കഴിച്ച സ്ഥിതിക്ക് സാറും ഒരു കല്യാണം കഴിക്കണമെന്നാ എന്റെ അഭിപ്രായം. ഞാനും ആ അഭിപ്രായക്കാരനാ. ഹേമേ, കാപ്പി കൊണ്ടുവരൂ. സാറിന് ഇവിടെ മനസ്സിലായോ? എന്നെ അനിയത്തിയാ ഹേമ, BSc ഫസ്റ്റ് ക്ലാസ്സാ. സുമയുടെ അനിയത്തിയെന്ന് പറയല്ല, നല്ല സ്മാർട്ടാ. യൂത്ത് ഫെസ്റ്റിവലിന് 2 സമ്മാനം കിട്ടി. 2 അല്ല ചേച്ചി, 3 നല്ലൊരു കലാകാരിയാ. സ്റ്റേജിൽ കലക്കും. കണ്ടാലറിയാം. കോളേജ് മാത്രമേ ഉള്ളൂ. വീട്ടിലെത്തിയാൽ അവള് മിണ്ടാപ്പൂച്ചയാ. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. നേരാ സാറേ, കുഞ്ഞുങ്ങളെ കിട്ടിയ അവള് കട്ടിച്ച് തിന്നുകളയും. അത്രക്ക് ഇഷ്ടമാ. നല്ലൊരു പാചകക്കാരിയാ. നളപാചകം എന്ന് കേട്ടില്ലേ? ഓ ചേട്ടാ, നിനക്ക് നാണമാണെങ്കിൽ അപ്പുറത്ത് പൊയ്ക്കോ. ഞാനിവിടെ പരിചയപ്പെടുത്തിയത് എന്തിനാണെന്നറിയാമോ? സഹോദരി ആയതുകൊണ്ട്. അത് മാത്രമല്ല സാറേ, പിന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. സുജാതയുടെ സ്ഥാനത്ത് കുഞ്ഞിനെയും സാറിനെയും നോക്കാൻ ഹേമ വരണമെന്ന്. ധൃതിയൊന്നുമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരി, ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളോട് ചെല്ലു മനുഷ്യ, പിടിച്ചു പിടിയാലെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. ഞാൻ ഏറ്റടി. പ്രകാശൻ സാറേ, എന്റെ പൊന്ന് സാറേ, എന്റെ ഭാര്യ അവളുടെ അനിയത്തിയുടെ കാര്യം പറഞ്ഞില്ലേ? അയ്യോ, അതിൽ വീണുപോലേ. എന്താ സാറേ? ഈ ഭദ്രകാളുടെ നേരെ ഇളയതാ അവള്. ഇതേ സ്വഭാവം തന്നെ അവളുടെയും. എന്നെ ഇട്ട് വട്ട് കെട്ടുന്ന അനുഭവം സാറിനും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുക. ഇനിയൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാനാണോ സാറിന്റെ തീരുമാനം? എന്റെ ജീവിതത്തിൽ ഒരേ ഒരു സ്ത്രീക്ക് സ്ഥാനമുണ്ടായിരുന്നു, എന്റെ സുജാതയ്ക്ക് മാത്രം. ചേട്ടന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ രാജിവെച്ചു പോകുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ചേട്ടൻ എന്നെ ചതിക്കായിരുന്നെന്ന് മനസ്സിലാക്കിയത്. ഞാൻ ആ പെണ്ണിനെ കെട്ടിയതുകൊണ്ടാണോ നീ ഇത് പറയുന്നത്? എടി മെഴ്സി, ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഞാൻ അത് ചെയ്തത്. പിന്നെ പെണ്ണ് കിട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എടി, അവളോടൊത്ത് സുഖമായി ജീവിക്കാനായിരുന്നെങ്കിൽ നീ രാജിവെച്ചു വരാൻ ഞാൻ എഴുതുമായിരുന്നു. പിന്നെ എന്തിനാ എഴുതിയത്? ഒരു കാലത്ത് എന്റെ മുഖത്ത് നോക്കി എന്നെ അവമാനിച്ചവളാണ് എന്റെ ഭാര്യ. അവളോട് പകരം വീട്ടാൻ എനിക്കൊരു അവസരം കിട്ടി, അത് ഞാൻ ഉപയോഗപ്പെടുത്തി. അപ്പോൾ എടി, കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞു കേൾപ്പിക്കുന്നത്? 5 സ്റ്റാർ ഹോട്ടലിൽ നിനക്ക് ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ താമസിക്കാം. കിട്ടിയോടാ? കിട്ടി. ഇതാ, ഇത് കയ്യിലിരിക്കട്ടെ. നാളെ രാവിലെ ഞാൻ ഹോട്ടലിൽ വരാം, നീ പോയിക്കോ. സാർ, ഇത് നമ്മുടെ മേഴ്സിക്കുട്ടിയല്ലേ? മിലിറ്ററി നേഴ്സ്. നോക്കായിരുന്നു പണം. ആ ചേട്ടാ, ഇത് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോകും. ഞാൻ കത്തയച്ചിട്ട് വന്നതാണ്. സാബ് കല്യാണം എല്ലാം കഴിച്ചില്ലേ? ഇനി ഈ പഴയ പാറ്റുണ്ടായങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ദാസേ, ഇതെന്റെ സ്വന്തം കാര്യമാണ്. ഒരു പാവം കൊച്ചുമാണ് സാബിനെ കിട്ടിയിരിക്കുന്നത്. അവര് വിഷമിക്കുന്നതാക്കി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അഭിപ്രായമൊന്നും പറയണ്ട. പാല് കുടിച്ചിട്ട് കളിച്ചോ മക്കളെ? എടാ, എനിക്ക് വയ്യ നിന്റെ കൂടെ ഇങ്ങനെ ഓടാൻ. പ്രിയ, ഒന്ന് പാല് കുടിക്ക്. പാല് തരുവാന്നേ. സാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പൂച്ചയാ, ഇല്ലെങ്കിൽ പുലിക്കുട്ടി. ഞാൻ മണ്ണാർശാലയിൽ പോയിട്ട് വരുന്നത് വരെ സാറിന്റെ പങ്കാപ്പാടായിരിക്കും. ഓ, അത് സാരമില്ല. സാറേ, ഈ കുഞ്ഞിനെ കൊണ്ട് എത്ര നാളിങ്ങനെ കഴിയും? ഒരു കല്യാണം കഴിച്ചാൽ സാറിനെയും കുഞ്ഞിനെ നോക്കാൻ ഒരാളുമായി, വീട്ടിനൊരു ഐശ്വര്യവുമായി. പാർവമ്മേ, ഞാനും സുജാതയും എങ്ങനെയാണ് കഴിഞ്ഞിരുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. എന്നും ഇങ്ങനെ കഴിയാൻ പറ്റുമോ സാറേ? കഴിയും പാർവമ്മേ. ഇന്ന് ഞാനും ഇവനും ഒരുപോലെ അനാഥരാണ്. ഞങ്ങളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റാരുമില്ല. അവനെ സ്നേഹിക്കാൻ ഞാനും, എന്നെ സ്നേഹിക്കാൻ അവനും മാത്രം.
മോനെ. സുജാത കുഞ്ഞോ? പറൂമേ, എന്റെ കുഞ്ഞ് എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഇതാണോ കുഞ്ഞിന്റെ വീട്? അതെ. അദ്ദേഹം അകത്തുണ്ടോ? ഇല്ല. പറൂമ എവിടെ പോയിട്ട് വരിക? മണ്ണാർശാലയില് ഒരു നേർച്ച ഉണ്ടായിരുന്നു പ്രിയംകുഞ്ഞിന് വേണ്ടി. അത് കഴിച്ചേച്ച് വരുവാ. വാ, നമുക്ക് അകത്തേക്ക് പോവാം. കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അങ്ങാര് ജലപാനം പോലും കഴിച്ചിട്ടില്ല. പുറത്ത് തിണ്ണയിൽ കസേരയിട്ട് ഒറ്റ ഇരിപ്പായിരുന്നു. കുഞ്ഞിന്റെ പുതിയ ഭർത്താവ് ഒരുപാട് കാശുള്ള ആളാണല്ലേ? എവിടെ പോയിരിക്കുന്നു? പുറത്തു പോയിരിക്കുക. കുഞ്ഞ് ഒരുപാട് ക്ഷീണിച്ചല്ലോ. എന്താ മുഖത്തൊരു പാട്? അങ്ങേര് ഉപദ്രവിക്കുന്നുണ്ടോ? എത്ര സന്തോഷമായിട്ടാ കുഞ്ഞെ നിങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നേ. ആ കളിയും ചിരിയും ഒക്കെ ഇപ്പോഴും എന്റെ കണ്ണുവട്ടത്ത് തന്നെ നിൽക്കുന്നു. തലയിലെടുത്ത് തൂത്താ പോവോ? പ്രിയൻ ഒത്തിരി വളർന്നോ? വളർന്നോ? കുസൃതി കുട്ടനാ. സത്യം പറയാവല്ലോ കുഞ്ഞെ, എനിക്ക് അവനെ കാണാണ്ട് ഒരു നിമിഷം ഇരിക്കാൻ വയ്യ. കേട്ടോ കുഞ്ഞെ, എല്ലാ വെള്ളിയാഴ്ചയും അങ്ങാരവനെ കണിച്ചുകുളങ്ങര അമ്പലത്തിൽ കൊണ്ടുപോകും തൊഴാൻ. പ്രിയമേ, ആരും അന്വേഷിച്ചു വന്നില്ലേ? ആര് വരാനാ കുഞ്ഞെ? അതൊക്കെ ഓരോ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കിയതല്ലേ. നിങ്ങളെ തമ്മിൽ പിരിച്ചിട്ട് അവർക്കൊക്കെ എന്ത് കിട്ടി? ദേ, നമ്മുടെ അയൽവക്കത്തെ സുമത്തിന്റെ അനിയത്തി ഉണ്ടല്ലോ രാധ, അതിനെ പ്രകാശം കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കി. പക്ഷെ എന്റെ മോൻ സമ്മതിച്ചില്ല. മോനോ? അതെ, ഞാനിപ്പോ പ്രകാശം കുഞ്ഞിനെ മോനെന്നാ വിളിക്കുന്നത്. അതിനെ സ്നേഹിക്കാനും ആരെങ്കിലും വേണമല്ലോ. തരുമേ, ഞാൻ പറയുന്നതാണോ തെറ്റ്? കുഞ്ഞു തന്നെയല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത്? വീട്ടുകാരനായിരിക്കും വന്നത്. ഞാൻ പോയേക്കാം കുഞ്ഞെ. പോട്ടെ. എനിക്ക് വേണ്ടപ്പെട്ടവരാ. നിന്റെ വേണ്ടപ്പെട്ടവരാര് ഈ പഠിക്കകത്ത് കയറ്റുന്നതിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വഴിയെ പോയപ്പോ ഞാനിവിടെ നിൽക്കുന്നത് കണ്ട് കയറിയതാണ്. എന്നാ വഴിയെ പോകുന്നവരെ മുഴുവൻ വിളിച്ച് അകത്ത് കയറ്റടി. എത്ര തല്ല് കിട്ടിയാലും നീ പഠിക്കില്ല അല്ലേ? ബ്ലഡി റാസ്കൽ. നീ എന്താ അവർക്ക് കൊടുത്തയച്ചു? ഞാനൊന്നും കൊടുത്തയച്ചില്ല. എന്താ അവരുടെ സഞ്ചിയില്? എനിക്കറിയില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് പാടി, നമുക്ക് ഒരിടം വരെ പോണം. എങ്ങോട്ടാണ്? നിന്റെ അമ്മയുടെ നായരേക്കാണ്. സ്ഥലം പറയാതെ ഞാൻ വിളിച്ചാൽ നീ വരില്ല അല്ലേ? ഒരു കാര്യം പറഞ്ഞിട്ട് പാടി. നിങ്ങളാണോ ഹസ്ബൻഡ്? അതെ. വരണം. നീ ഇവിടെ നിൽക്ക്. ഇരിക്കും. നിങ്ങളുടെ വൈഫിനെ കുറെ കാലം മുമ്പ് ഒന്ന് എക്സാമിൻ ചെയ്താണല്ലോ. അതെന്തിന്? ഇതേ പ്രശ്നം സംബന്ധിച്ച് തന്നെ. എന്നായിരുന്നു? 3 വർഷം മുൻപാ. അന്ന് മിസ്റ്റർ പ്രകാശനായിരുന്നു അവരുടെ ഹസ്ബൻഡ്. വി ഹാഡ് എ തറോ ചെക്കപ്പ്. അന്നേ പറഞ്ഞതാ അവരൊരിക്കലും ഗർഭം ധരിക്കില്ലെന്ന്. ഓഹോ. ഷീ സ്റ്റിൽ ഇൻ ദ സെയിം കണ്ടീഷൻ. അപ്പോൾ അവർ പ്രസവിക്കുകയില്ല? നോ. ഓക്കെ ഡോക്ടർ. വഴി.
വാങ്ങിയിട്ട് വാ. എടീ, ഒരു ഗ്ലാസ് എടുത്തോണ്ട് വാ. അവിടെ വെച്ചിട്ട് പോണേ. ഇല്ലടി, ഇതെന്തിനാണെന്ന് മനസ്സിലായോ? നിന്റെ ബുദ്ധിക്ക്. നീയും നിന്റെ തള്ളയും അരപ്പാളി അമ്മാവനും കൂടെ എന്നെ വഞ്ചിച്ചത്. ഞങ്ങളാരെയും വഞ്ചിച്ചിട്ടില്ല. ഇല്ലേ? നിന്റെ ആദ്യത്തെ നായർക്കത് മനസ്സിലാക്കാൻ 3 വർഷം വേണ്ടിവരും. ഞാനത് 3 മാസം കൊണ്ട് മനസ്സിലാക്കിയടി. എന്ത്? നീ ഒരിക്കലും ഒരു അമ്മയാവില്ലെന്നുള്ള രഹസ്യം. നിന്റെ അമ്മാവൻ തൊഴുത്ത് മാറ്റി കെട്ടി നോക്കുകയായിരുന്നു അല്ലേ? ഈ രഹസ്യം മറച്ചു പിടിച്ചുകൊണ്ടല്ല ആ നാറി നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. അയാളെ അന്ന് ചോറിന്റെ മുന്നിൽ നിന്നും എഴുന്നേൽപ്പിച്ചു വിട്ടത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ കാറയച്ച അയാളെ ഞാനിവിടെ വരുത്തി എന്റെ കൈ കൊണ്ട് 2 ഗ്ലാസ് മദ്യം ഒഴിച്ചു കൊടുത്ത് അയാളുടെ മുഖത്ത് നോക്കി ഞാൻ തന്തയ്ക്ക് വിളിക്കുമായിരുന്നു. എടീ, ഇതൊരു പട്ടാളക്കാരന്റെ കൈയാണ്. ഇതുകൊണ്ട് ശത്രുവിനെ തലോടിയിട്ടില്ല, കൊന്നിട്ടേ ഉള്ളൂ. ചേട്ടാ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പേടിക്കാനില്ല, നിനക്ക് യാതൊരു കുഴപ്പമില്ല. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നേരാണോ ചേട്ടാ? നിന്നോട് ഞാൻ നുണ പറയൂ? വാ. പരിശോധന കഴിഞ്ഞിട്ട് 3 വർഷമായി. 6-7 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എത്രയോ സ്ത്രീകൾ പ്രസവിച്ചിരിക്കുന്നു. നമുക്കിനി ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി എപ്പോഴാ? ഷഷ്ഠപൂർത്തി കഴിഞ്ഞിട്ടോ? നിന്റെ ആദ്യത്തെ നായർക്കത് മനസ്സിലാക്കാൻ 3 വർഷം വേണ്ടിവരും. ഞാനത് 3 മാസം കൊണ്ട് മനസ്സിലാക്കിയടി. എന്ത്? നീ ഒരിക്കലും പ്രസവിക്കുകയില്ലെന്നുള്ള രഹസ്യം.